My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ് എന്താണ്? നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഓർ ഈ ടൈമിൽ നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്. സോ നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പവർ, ഡിവൈൻ, യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിൽ നിങ്ങൾ അത്രയും കാത്തിരിക്കുന്ന ആഗ്രഹങ്ങളും കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും അതിലുണ്ടായിരിക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിലേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കാം, നിങ്ങളുടെ ചിന്തകളായിരിക്കാം, നിങ്ങളുടെ വിശ്വാസങ്ങളായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം, എസ്പെഷ്യലി നിങ്ങളുടെ പ്രവൃത്തികൾ. ഓക്കെ, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ടോ? നിങ്ങളതിനെ പറ്റിയിട്ട് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളത് നന്നായിട്ട് നേച്ചർ ചെയ്യുന്നുണ്ടോ? ഡെസ്പറേറ്റ് ആയിട്ടല്ല. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം എത്രമാത്രം നമ്മൾ കരഞ്ഞ് അല്ലെങ്കിൽ എത്ര ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു കൺസിഡറേഷനും ഉണ്ടാവില്ല. അതിന് യാതൊരു ഗ്രോത്തും ഉണ്ടാവില്ല. എപ്പോഴാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ മേലെ നമുക്ക് ഗ്രോത്ത് കാണാൻ സാധിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ്. റൈറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ജോബ് വേണം, നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്, നിങ്ങളൊരു ഡ്രീം കമ്പനി ആയിരിക്കാം, ഡ്രീം പൊസിഷൻ ആയിരിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ആക്ഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ആ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആക്ഷനാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. റൈറ്റ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരിക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശ്വാസങ്ങൾ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ചെറിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സറൗണ്ടിങ്, അഗൈൻ സെൽഫ് കെയർ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ചില ആളുകൾ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. വാട്ട് ഐ ക്യാൻ ഫീൽ ഇസ് നിങ്ങൾക്കൊരു ഇമോഷണൽ ഹെവിനെസ് നിങ്ങൾക്ക് എവിടേക്കോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കമോൺ ഗായ്സ്, നിങ്ങൾ ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരുപാട് നിങ്ങൾ ഇമോഷണൽ ബേർഡൻസ് കൊണ്ട് നടക്കുകയാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പതി ഉണ്ടാവും? നോ ഗായ്സ്, ഐ നോ ദാറ്റ് ഇത് ചിലപ്പം നിങ്ങൾക്ക് വലിയൊരു നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കാം. നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കുന്ന ഇമോഷണൽ ബാഗേജ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്പ്. സോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് അതിലൊരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു ഇമോഷണൽ ബാഗേജ് ആണ് നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ വേറൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് വേർത്ത് ആണ്, ആ ഒരു ഇമോഷൻസ് വേർത്ത് ആണ്? ഡെഫിനറ്റ്ലി ഇല്ല. സോ ഇൻസ്റ്റെഡ് നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ മനസ്സൊരു കിച്ചൺ ആണെന്ന് വിചാരിക്കുക. എന്താണ് നിങ്ങളുടെ മനസ്സിലിരുന്ന് കുക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? സോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്കൊരു ഐ ഓപ്പണിംഗ് ആണ് പല ആളുകൾക്കും. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈൻ വാർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടി, നിങ്ങളുടെ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, മേ ബി നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. ബട്ട് നിങ്ങളുടെ ആ ഒരു ആക്ഷൻ്റെ കൂടെ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? ചില ആളുകൾ വളരെ അത്രയും കഠിനമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ബട്ട് അവരുടെ വിശ്വാസം എങ്ങനെയായിരിക്കാം? എനിക്ക് ആ ഒരു പ്ലേസിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ളൊരു യോഗമൊന്നും എനിക്കില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. സോ പ്രോബബ്ലി അതായിരിക്കാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഗ്രാബ് എ നോട്ട് പാഡ് ആൻഡ് നിങ്ങൾ എഴുതി വെക്കുക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കണമെന്നില്ല, പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്,
എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലൈഫിൽ ഇംപ്രൂവ് ചെയ്യണം വേണമെന്ന് നിങ്ങൾ തോന്നുന്നത് അത് നോട്ട് ചെയ്ത് വെച്ച് അതിന് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നു. ഓക്കെ, മേ ബി നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല, ബട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുന്ന ചില ആക്ഷൻ ഉണ്ടായിരിക്കാം അവിടെ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും മനസ്സിലാക്കാതെ നിങ്ങൾ എടുത്തു പോകുന്ന ആക്ഷൻസ് ഉണ്ടായിരിക്കണം. അത് പ്രോബബ്ലി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഒരു കാര്യമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ട്, നിങ്ങൾ ആൽക്കഹോളിക് ആണ്. സോ നിങ്ങൾക്കത് നിർത്തണം എന്നുള്ളത് അറിയാം, പക്ഷെ നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങളത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? സോ എന്ത് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഇമോഷൻസ് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളിലേക്ക് തിരിച്ച് പോകുന്നത് പോലെ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, യൂണിവേഴ്സിന് നിങ്ങളുടെ ലൈഫിൽ തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാൻ, വേറെ ആളുകളുടെ അടുത്തല്ല നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്, വേറെ സിറ്റുവേഷനിലല്ല നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ അടുത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാൻ. നിങ്ങൾക്ക് വിഷമമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അത് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളത് എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഒരാൾ നിങ്ങൾ ഹേർട്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കാം നിങ്ങളത് ആലോചിച്ച് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, വേദന തന്നെയാണ്, ബട്ട് അതിൽ തന്നെ ഒരുപാട് കാലം താമസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ചിലതിന് ഇല്ലാണ്ടാക്കുക, ചിലതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുക, ചിലതിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാതിരിക്കുക, ചിലതിനെ വിട്ടേക്കുക. ഡെത്ത് എന്ന് പറയുന്നത് എന്താ? ചിലത് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. വി ഡോണ്ട് നീഡ് ടു ഹോൾഡ് ടൈറ്റ്ലി. ഒന്നും നമ്മുടെ ലൈഫിൽ നിൽക്കാത്ത ഒരു കാര്യം നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു വെക്കരുത്. ഓക്കെ, നിങ്ങൾക്കത് ഒരുപാട് ബേർഡൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലീസ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 7 to 14 days, ഓക്കെ, ഒരു 2 ആഴ്ച ടൈം നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതിന് പുറത്തേക്ക് വരാനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ 2 ആഴ്ച ടൈം നിങ്ങൾ ആ ഒരു ചിന്തയ്ക്ക് അത്ര ഒരു റെസ്പോൺസ് കൊടുക്കാതിരിക്കുക, ആ ഒരു ഗെയിമിന്റെ ഭാഗമാവാതിരിക്കുക. തോട്ട്സ് വന്നോട്ടെ, ആൻഡ് സഡൻ ആയിട്ട് നിങ്ങൾ അത് ഡിസ്ട്രാക്റ്റഡ് ആക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ പോവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെ സംഭവിച്ചാലോ, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ട്, ഇല്ലാത്തൊരു കാര്യമൊക്കെ നമുക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യം അതിങ്ങനെ ആലോചിച്ചിട്ട് നമുക്കത് ചിന്തിക്കാൻ പോലും പേടിയായിരിക്കാം, ബട്ട് സ്റ്റിൽ നമ്മൾ അതിനെ പറ്റി പേടിക്കുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ചിന്തകൾ അലോ ചെയ്യുക, നിങ്ങളിലേക്ക് അലോ ചെയ്യുക. അതിങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വരാണ്ടിരിക്കുക, ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്താണ് അതിന് വരാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടായിരിക്കുക, അല്ലെ? ചിലത് വന്നോട്ടെ, ചില നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് വന്നോട്ടെ. അപ്പം അവിടെ എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അത് ആയിട്ട് ഡീൽ ചെയ്തോളാം എന്നുള്ളത് പറയാം. ഓർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഇതുപോലുള്ള തോട്ട്സ് വരുന്നതെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ അലോ ചെയ്യുന്ന സമയത്ത്, ഈവൻ ചില നിങ്ങളിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ചില നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പേടിച്ച് ഇങ്ങനെ പുഷ് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അലോ ചെയ്യുക, കേൾക്കൂ, എന്താന്നുള്ളത് കേൾക്കൂ, എന്താണ് അതിന് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് അത് പറഞ്ഞു തീർത്തും പോകും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. ട്രസ്റ്റ് മീ. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി നിങ്ങളിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇമോഷൻസിൽ ഇങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു പ്ലേസിൽ പോയിട്ട്
നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ആ ഒരു തിക്കിലും തിരക്കിലും പെട്ടിട്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ വീണ് പോയി, അവിടുന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചില പ്ലേസിലായിരിക്കാം, ചില ആളുകളുടെ ഇടയിൽ പെട്ടുപോയിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് ഈ ഒരു ടൈമിൽ ഗൈസ്, ജസ്റ്റ് ഒരു 2 weeks ടൈം നിങ്ങൾക്ക് കൊടുക്കൂ. എന്നിട്ട് എവിടേക്കാണോ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് ഒന്നിനും നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രഷർ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളെ നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കാം, നന്നായിട്ട് കുളിക്കുക, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാം. നിങ്ങളുടെ ബെഡ്, നിങ്ങളുടെ റൂം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ് വളരെ നീറ്റായിട്ട് വെക്കുക. അതിന് നിങ്ങൾ മടി കാണിക്കണ്ട. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നീറ്റ്നെസ് കാണാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യാൻ തുടങ്ങും. പവർഫുൾ ഇറ്റ് ഈസ്. ഓക്കെ, ബിക്കോസ് എന്താണ്, നിങ്ങളെ ക്ലീൻ ചെയ്യുന്നത്, നിങ്ങളുടെ സറൗണ്ടിങ് ക്ലീൻ ചെയ്യുന്നത് ഒക്കെ ഒരു ഹാബിറ്റാണ് അല്ലേ? ആ ഒരു ഹാബിറ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ഒരു ഹാബിറ്റ് നിങ്ങൾ പോലും അറിയാതെ കൂടുതലിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ക്ലീൻ ചെയ്തു, നിങ്ങളുടെ സറൗണ്ടിങ് ക്ലീൻ ചെയ്തു, നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്തു. മേ ബി ലൈക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വൃത്തിയാക്കണം എന്ന് തോന്നുക, ഒന്ന് ഫിക്സ് ചെയ്യണം എന്ന് തോന്നുക നിങ്ങളുടെ ജോബിലേക്ക് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് എവിടുന്നത് വർക്ക് ചെയ്ത് തുടങ്ങണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ വരാം. ഒരു 2 weeks ടൈം നിങ്ങൾക്ക് കൊടുക്കുക. വർക്ക് വിത്ത് യുവർ സെൽഫ് ഗൈസ്, ബിക്കോസ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ, നിങ്ങൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, വീടെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ, വോട്ട് ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ് യൂണിവേഴ്സിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളിലേക്ക് തരാൻ. അത് നിങ്ങൾക്ക് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതുവരെ നിങ്ങൾ വാങ്ങിക്കാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇതുവരെ നിങ്ങൾക്ക് അത് കൊണ്ടുവെക്കാനുള്ള ഒരു സ്പേസ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇല്ലായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലേ? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഫിക്സ് ചെയ്യാൻ പറ്റാത്തതും. ഓക്കെ, അതൊക്കെ എടുത്ത് കളയോ കുറച്ച് സമയത്തേക്ക്. ആളുകളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എടുത്ത് കളയോ. എന്നിട്ട് പുതിയ കാര്യങ്ങൾ, പുതിയ ഇമോഷൻസ്, പുതിയ ആളുകൾ എന്നുള്ളതല്ല പറയുന്നത്, പുതിയ സിറ്റുവേഷൻസ് അലോ ചെയ്യുക. ഈവൻ പഴയ ആളാണെന്നുണ്ടെങ്കിൽ, പഴയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ വരാൻ പ്രിപ്പയർഡ് ആവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾക്ക് ഒരുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇതുപോലെയാണ് ഈ സമയം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. കിങ് ഓഫ് വാൻസ്, കിങ് ഓഫ് കപ്സ്. നിങ്ങൾ ആക്ഷൻ എടുത്ത് തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിൽ ഒരു ബാലൻസ് കിട്ടുക. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ആക്ഷൻ വരുന്ന സമയത്താണ് കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് വരിക എന്ന് പറയുന്നത് പോലെ. ആക്ഷൻ എടുത്ത് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരിക, നിങ്ങളുടെ കൂടെ നിൽക്കാൻ തോന്നുക. നിങ്ങൾ ഇത്ര ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങളുടെ സറൗണ്ടിങ് എത്ര ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യുന്ന ആളുകൾ എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര ഹെൽത്തി ആണ്, എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നു, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ആ ഒരു ചിലത് നമ്മൾ ഒരുപാട് മെസ്സപ്പ് ആക്കുന്ന സമയത്ത് അതിനിടയിൽ ഉണ്ടാവും ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ സ്ലോലി നിങ്ങളുടെ ഒരു ബെസ്റ്റ് എനർജിയാണ് പുറത്തേക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് കാണിച്ചു തുടങ്ങുക. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ ലൈഫിൽ. ആ സമയത്താണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക്, പ്ലേസിലേക്ക്, സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ എന്താണോ പോവേണ്ടതായിട്ടുള്ളത്, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ദം ഗോ. ഈ ഒരു മൊമെന്റിലായിരിക്കാം, അല്ലെങ്കിൽ ഫോർ എവർ. ഡെത്ത് ആൻഡ് മൂമെന്റ്സ്
ഓക്കെ. സോ ചിലത് നിങ്ങൾ ഒരുപാട് ഓവർ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത്, ഓവറായിട്ട് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ആ ഒരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ ഫ്ലോ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ വിട്ടേക്കാം. ഓക്കെ. നിങ്ങളെ പറയാൻ അനുവദിക്കാം. ഓക്കെ. സോ 2 masculine and 1 feminine. സോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനൻ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഫെമിനൻ എനർജി സംസാരത്തിലൂടെയാണ് പറയേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഫെമിനൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മനസ്സിലാക്കുക, എന്താണ് അവിടുന്ന് പറയുന്നത്, എന്ത് ആഗ്രഹമാണ് പറയുന്നത്, എന്ത് നീഡ്സ് ആണ് അതിനുള്ളത്, എന്ത് ഹെൽപ്പാണ് വേണ്ടത്. ജസ്റ്റ് ലിസൺ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാം. വെറുതെ ഇരുന്നിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, എന്തോ കാര്യം ആലോചിച്ച് മനപ്രയാസപ്പെട്ട് വെറുതെ ഇരുന്ന് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. സ്പെഷ്യലി പോയി അവനവന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് സോ റൂഡ് ഗൈസ്. സോറി. സംടൈം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ പറയണം അല്ലേ? അവനവന്റെ കാര്യങ്ങൾ പോയി ചെയ്യാം. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുക. പുതിയ പുതിയ കാര്യത്തിലേക്ക് വരിക. ലൈഫ് എന്താണോ ഈ ഒരു സമയത്ത് ഓഫർ ചെയ്യുന്നത് അത് പോയിട്ട് അത് ചെയ്യാം. ഓക്കെ. ആ ലൈഫ് ഒരുപാട് സീരിയസ് ആക്കി നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ഇഗ്നോർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നത്, കാണാതെ പോകുന്നത്, കാണാൻ ശ്രമിക്കാതെ, മനഃപൂർവ്വം ശ്രമിക്കാതെ ഇരിക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? മേ ബി നിങ്ങൾക്ക് പേടിയായിരിക്കാം. നിങ്ങളുടെ റിയാലിറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേടിയുള്ള ഒരു കാര്യമായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. എന്തോ ഒരു കാഴ്ച, ഞാൻ ഇനീഷ്യലി പറഞ്ഞത് നിങ്ങൾ എടുക്കുക. ഓക്കെ. അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന പേടിയാണെന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്റ്റേണലി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾ അത് ഒരുപാട് പാനിക് ആക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് അത് കാണുക. ഓക്കെ. എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു പെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓക്കെ. സോ എന്നാലേ നിങ്ങൾക്കത് ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ്. ബിക്കോസ് ഈ ഒരു പേടി ഇടയ്ക്കിടയ്ക്ക് വരും, നിങ്ങളെ പേടിപ്പിക്കും, നിങ്ങളതിൽ നല്ല രീതിയിൽ പേടിക്കും. റൈറ്റ്. സോ ഒരിക്കൽ നമ്മളത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ചിന്തകളും ആയിക്കോട്ടെ, ഒരിക്കൽ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താ സംഭവിക്കുക? 8 of Wands. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാനുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്. ഈ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. വിത്തിൻ നോ ടൈം ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകാൻ സമയം വേണ്ടാത്തത്? അത് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്, കാത്തിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്, കാത്തിരിക്കുന്ന അവസരങ്ങളാണ്, കാത്തിരിക്കുന്ന ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക്. ഓക്കെ. ഐ ക്യാൻ സ്ട്രോങ്ലി ഫീൽ ഇത് ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് ഡിലേ ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളത് റിസീവ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ് അത് അവിടെ തന്നെ നിൽക്കുന്നത്. സോ എവിടെയൊക്കെ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയല്ല നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നാണ് എന്തൊക്കെ ആക്ഷൻ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു ടൈമിൽ, ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ. നിങ്ങൾ അത് പോയി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. അത് ഡീൽ ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. വേറെ കാര്യങ്ങൾ എപ്പം വരും, എങ്ങനെ വരും, നിങ്ങളൊന്നും ബോധർ ചെയ്യണ്ട. മേ ബി ഒട്ടും നമ്മൾ ഇതിലൊക്കെ നോക്കണോ, അല്ലെങ്കിൽ ഇതാണോ ഇത്ര പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ശരീരം നോക്കണം, നിങ്ങളുടെ സറൗണ്ടിങ് നോക്കണം എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണോ ഈ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. യെസ്, ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ക്ലെൻസിങ് ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. സോൾവ് ചെയ്യാൻ, ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നും ചില പ്ലേസിൽ പോയിട്ട് ഒരു പരിചയമില്ല, വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് പോയതുപോലെയാണ്. അവിടുത്തെ ആളുകളെ പരിചയമില്ല, അവിടുത്തെ ആളുകളായിട്ട് ഒരു ബന്ധവുമില്ല. പുതിയൊരു വർക്ക് പ്ലേസിൽ പോയി അവിടുത്തെ ആളുകളായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഒന്നുമില്ല. മേ ബി നിങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരിക്കാം. മേ ബി നിങ്ങൾ വേറെ കൺട്രിയിൽ പോയി നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കില്ല, ആരും ഉണ്ടായിരിക്കില്ല. ഓക്കെ. ആളുകൾ സറൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കണം, പക്ഷേ നിങ്ങൾക്ക് അത്ര ഒരു ലോൺലിനെസ്സും ഉണ്ടാവുന്നുണ്ടായിരിക്കണം. റൈറ്റ്.
സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്, അവരൊക്കെ നിങ്ങളുടെ അടുത്ത് വലിയൊരു സൗഹൃദം സൃഷ്ടിക്കുന്നുണ്ട്. വസ്തുക്കളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, ഒരു സമയത്ത് അപരിചിതരായിട്ട് തോന്നിയിട്ടുള്ള ആളുകളൊക്കെ വീണ്ടും നിങ്ങളടുത്ത് പരിചയം കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ടും തോന്നുന്നുണ്ട്, ഒരുപാട് ഇഷ്ടം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എൻഗേജ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് റിലാക്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചില്ല് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, ആൻഡ് ഒരു സമയത്ത് നിങ്ങളുടെ പരിധിയിലല്ല, നിങ്ങളുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്നതല്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വശത്തിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനൊക്കെ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.